നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുള്ള സമയമാണ്. അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 4ാം ഭാവാധിപത്യം വഹിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുള്ള ഒരു മാസമാണ്. കാരണം പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ നല്ല സ്ഥാനക്കയറ്റം കിട്ടുക, തൊഴിൽ സാമ്പത്തികമായ വർധനവുണ്ടാകുക, നേതൃത്വ സ്വഭാവം നിലനിർത്താനും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ്. കാരണം ഭാഗ്യാദ്യഭിഷ്ട ഭാവേശോ പശുവോ ഭാവപുഷ്ടിയിൽ നിന്ന്. അപ്പം ഭാഗ്യാധിപതി 7ാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് എല്ലാ നല്ല ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സഹായം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ ഭാര്യ ഗുണം നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഭാര്യയ്ക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുകയോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. അതേപോലെ തന്നെ 3ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം നമുക്ക് അപ്രിയമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കണ്ടകശനീൻ്റെ ഒരു ദോഷമുള്ളത് കാരണം വളരെ ആക്റ്റീവായിട്ട് പ്രവൃത്തിയെടുത്താലും ആ കണ്ടകശനി ദോഷമുള്ളത് കാരണം കൊണ്ട് അതിനനുസരിച്ചൊരു ഗുണം കിട്ടിയില്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശനിദോഷ പരിഹാരം എന്തായാലും ചെയ്യണം. ശനിക്ഷേത്രത്തിൽ, അതായത് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയോ എള്ളുപായസം ശനീശ്വരന് സമർപ്പിക്കുകയോ ചെയ്യുക. 5ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ആവശ്യമില്ലാത്ത കുറച്ച് ചിന്തകളും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ലക്ഷ്യബോധത്തിൽ നിന്നും നമ്മളെ മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. അകറ്റിക്കൊണ്ടു പോവുക ലക്ഷ്യബോധത്തിൽ നിന്നും. അതായത് വിദ്യാർത്ഥികളാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുക, ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോട് ശ്രദ്ധ വർദ്ധിക്കുക. അപ്പം അതേപോലെ തന്നെയാണ് ജോലിയും മറ്റും ഒക്കെ നിൽക്കുന്നവർക്കും അവരെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കുറയുകയും ഭൗതിക സുഖങ്ങളിലേക്ക് താല്പര്യം വർദ്ധിക്കുകയും ശ്രദ്ധ കൂടുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ട് 5ൽ നിൽക്കുന്ന ശുക്രൻ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വർദ്ധിപ്പിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഏകാഗ്രതയെ നശിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് ഭാഗ്യസ്ഥാനത്തെ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് ഭാഗ്യത്തിന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ശ്രദ്ധക്കുറവ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. കാരണം 5ാം ഭാവാധിപതി കേതുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ മാനസികമായിട്ടുള്ള ശ്രദ്ധക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോടുള്ള താല്പര്യമാണ്. കാരണം ശുക്രനാണ് 5ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. മാത്രമല്ല വീട് വിട്ട് നിൽക്കാൻ യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ അലസത വർദ്ധിക്കും, നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. 4ാം ഭാവത്തിൽ പാപയോഗം വരുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കുമ്പോഴാണ് വളരെ അനുകൂലാവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചിരുന്നാൽ ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ മുന്നിട്ടിറങ്ങി തന്നെ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുന്നതും അനുകൂലാവസ്ഥ ഉണ്ടാകുന്നതും. അപ്പം പൊതുവെ അനുകൂലമായ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസം തന്നെയാണ്. എന്നാൽ വളരെ ആക്റ്റീവായി മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയാണ് നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.